എഡ്യൂക്കേറ്റ് എന്ന് പറഞ്ഞാൽ അത് വെർബാണ്, പഠിപ്പിക്കുക എന്നാണ് അതിനർത്ഥം. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം നാമമാണ്, നൗണാണ്, വിദ്യാഭ്യാസം എന്നാണ് അതിനർത്ഥം. അടുത്തത് എഡ്യൂക്കേറ്റഡ് എന്ന് പറയുമ്പം അഡ്ജക്റ്റീവായിട്ടാണ്, നാമവിശേഷണം, നാമത്തെ വിശേഷിപ്പിക്കുന്നത്. വിദ്യാഭ്യാസമുള്ള എന്ന അർത്ഥത്തിൽ വരും. വിദ്യാഭ്യാസമുള്ള എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള, അതൊരു നാമത്തിൻ്റെ വിശേഷണമാണ്. അതിന് നമുക്കിത് വെച്ചൊരു സെൻറ്റൻസ് പറയാം. അവർ കുട്ടികളെ പഠിപ്പിക്കുന്നു. ദേ എഡ്യൂക്കേറ്റ്, പഠിപ്പിക്കുന്നു. ചിൽഡ്രൻ, കുട്ടികളെ. വിദ്യാഭ്യാസം പ്രധാനമാണ്. എഡ്യൂക്കേഷൻ ഈസ് ആകുന്നു ഇമ്പോർട്ടൻ്റ്, പ്രാധാന്യമുള്ളത്. അതായത് വിദ്യാഭ്യാസം പ്രധാനമാണെന്ന് പറയാൻ നമ്മൾ എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. അവർ വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. ഷീ ഈസ് ആകുന്നു, ആണ്, ആൻ എഡ്യൂക്കേറ്റഡ് വുമൺ, ഒരു വിദ്യാഭ്യാസമുള്ള സ്ത്രീ. ഇവിടെ എ അല്ല ഉപയോഗിച്ചത്, ആനാണ്. എയും ആനും ഉപയോഗിക്കുന്നത് എവിടേക്കാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വവൽ സൗണ്ട് കൊണ്ട് തുടങ്ങുന്നതിൻ്റെ മുന്നിലാണ്. അങ്ങനെ വാക്കുകൾക്ക് മുന്നിൽ ഒരു എന്ന അർത്ഥത്തിൽ പറയാനാണ് ആൻ ഉപയോഗിക്കുന്നത്, അല്ലാത്തവയുടെ മുന്നിൽ എ ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത് അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. ടീച്ചേഴ്സ് എഡ്യൂക്കേറ്റ്, പഠിപ്പിക്കുന്നു. സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളെ. മാതാപിതാക്കൾ അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം. പാരൻസ്, മാതാപിതാക്കൾ. ഷുഡ് എഡ്യൂക്കേറ്റ്, നൽകണം, വിദ്യാഭ്യാസം നൽകണം. ദെയർ ചിൽഡ്രൻ, അവരുടെ കുട്ടികൾക്ക്. പാരൻസ് ഷുഡ് എഡ്യൂക്കേറ്റ് ദെയർ ചിൽഡ്രൻ, മാതാപിതാക്കൾ അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണം.